ഞങ്ങൾ കണ്ണൂർക്ക് പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ട്രെയിൻ കാത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഗുരുവായൂരിൽ ട്രെയിൻ കയറിയത്. എന്നിട്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് 7:30 ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ട്രെയിൻ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ കാത്തിരിക്കുകയാണേ. ട്രെയിനൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ തലശ്ശേരിയിൽ ഇറങ്ങിയിട്ട് തലശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ പിന്നെ മാമൻ്റെ മോൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, അരുണ്. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ മാമനെയും അമ്മായിനെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മായിയുടെ തറവാട്ടിലേക്ക് പോയിട്ടാണ്. തറവാട്ടിലെത്തി എല്ലാവരെയും കണ്ടതിന് ശേഷം പിന്നെ തറവാട്ടിലൊരു വലിയ മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ മുകളിൽ മാങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മാങ്ങ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിഷ്ണുവിനും അരുണിനും അത് എറിഞ്ഞ് വീഴ്ത്തണം എന്നുള്ള ഒരു നിർബന്ധം. അങ്ങനെ അവർ രണ്ടുപേരും മാങ്ങ എറിയാൻ തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ പറയുന്നുണ്ട് കൈ വേദന എടുക്കും, എറിഞ്ഞ് ശീലമില്ലാത്തല്ലേ, വെറുതെ എറിയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ എറിഞ്ഞ് വീഴ്ത്തി തന്നെ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ മാങ്ങ എറിയാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയിട്ടാണ്. മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയതിൽ കുറച്ചൊക്കെ കേടായിരുന്നു. കൈ കടഞ്ഞപ്പോൾ പിന്നെ അവർ അരുൺ പോയിട്ട് വലിയൊരു തോട്ടി എടുത്തിട്ട് വന്നുട്ടാ. തോട്ടിയാണെങ്കിൽ ഭയങ്കര നീളമുള്ളതാട്ടോ. ആ അറ്റം വരെ എത്തണ തോട്ടിയാണ്. തോട്ടി കിടന്ന് ആടുമായിരുന്നു. പിന്നെ അരുണിനാണെങ്കിൽ മുകളിലേക്ക് കാണുന്നുമില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യപ്രകാശം കാരണം കാണുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നിരന്നിരുന്ന് അരുൺ മാങ്ങ പൊട്ടിക്കണം കൂടി നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ ഞെട്ടിൽ കൊടുങ്ങുമ്പോൾ ഞങ്ങൾ വലിക്കെന്ന് പറയണ കാരണം അവൻ വലിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 2-3 നല്ല മാങ്ങ കിട്ടിയിട്ടാ. അമ്മായിയുടെ വീട് ഒരു പഴയ തറവാട്ട് വീടാണ് കേട്ടോ. അടുക്കള കിണറൊക്കെ ആയിട്ടുള്ള ഒരു പഴയ 2 നില വീട്. അമ്മായിയുടെ വീട്ടിലേക്ക് ഞാൻ മാമൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നിട്ടുള്ളതാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ ഞങ്ങളങ്ങനെ അത്ര ദൂരമില്ലെന്ന് വെച്ചിട്ട് അമ്മായിയുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ വരാറില്ല. മാമനിപ്പോൾ വയ്യാതിരിക്കുന്ന കാരണം കൊണ്ട് മാമനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. നന്ദുട്ടിക്കും വിഷ്ണുവിനും ഇവർക്കൊക്കെ വീടിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായിട്ട് ആ വീട് പണ്ടത്തെ മാതൃകയിലുള്ള വീടായത് കാരണം കൊണ്ട്. കിച്ചുവിന് അതിൻ്റെ ഇടയിൽ ബോൾ കിട്ടിയപ്പോൾ അവൻ കളി തുടങ്ങിയിട്ടാ. മാങ്ങ കിട്ടിയത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും അത് ഉപ്പിലിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഉപ്പും മുളകും തിരുമ്മി കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ അമ്മായി വിളിച്ചു കേട്ടോ ഊണ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.